ഡിസ്കിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. അത് നടക്കാനപ്പം പറ്റില്ല. നിലവിൽ ബ്ലഡ് കിട്ടുന്നില്ല, ബ്ലോക്ക് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ റുഫൈദയ്ക്ക് ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് റുഫൈദയ്ക്ക് ഇരിക്കാനൊക്കെ പറ്റിയത്? ഇരിക്കാൻ പറ്റില്ല. ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ അവിടെ ചെയർ ഉണ്ട്, വേറെ തന്നെ ബെഞ്ചിൽ ഇരിക്കില്ല, ചെയർ വെച്ച് വേറെ സൈഡിൽ. എനിക്ക് ക്ലാസ്സിൽ തന്നെ ഇത് സൈലം കണ്ടു തുടങ്ങിയ പിന്നെ ക്ലാസ്സിൽ തന്നെ ടോപ്പിലേക്ക് എത്തിയത്. അതുവരെ അങ്ങനെ എത്തിയിട്ടില്ല. ടോപ്പ് 5 വരുമെങ്കിലും 1, 2 ഒന്നും എത്തിയിട്ടില്ല. സൈലം ക്ലാസ് തുടങ്ങിയ പിന്നെ ഫസ്റ്റിലേക്ക് സെക്കൻഡിലേക്ക് ഒക്കെ ഞാൻ ഇത് കേട്ടോണ്ടിരിക്കും. ഇതിലെ ക്ലാസ് മാത്രം, ബുക്ക് എടുക്കില്ല, ഇതിങ്ങനെ കേട്ടു പഠിക്കും. സൈലത്തിലെ ക്ലാസ്സുകൾ കേട്ടു പഠിച്ച് ഞാൻ അങ്കറിയുന്നത് കേൾക്കും. ഷായി സാറിന് AD സാറിന്റെ ക്ലാസ് ആണെന്നുകൊണ്ട് മാത്സ് അങ്ക് ടഫല്ല. ഷായി സാർ സാറിന്റെ കാണുന്നോണ്ട് ഫസ്റ്റ് എക്സാമിൽ തന്നെ അങ്ക് ക്ലാസ്സിൽ A+ കിട്ടിയിട്ടുണ്ട്. മാത്സിന് 73. മലയാളം എക്സാമിന് സാധാരണ ടൈം കിട്ടാറില്ല. പക്ഷെ അന്ന് മാം ഞാൻ രാവിലെ ആ സ്ലൈഡ് ഒന്ന് വായിച്ചിട്ട് പോയതാ, അതേ ക്വസ്റ്റ്യൻ ഉണ്ടായി, സെയിം ക്വസ്റ്റ്യൻ മലയാളത്തില്. അത് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 മാർക്ക് അങ്ങനെ പോയിട്ടുണ്ട്, ഫുൾ കിട്ടി. അതേ ക്വസ്റ്റ്യൻ മാം പറഞ്ഞ നേരത്തെ എഴുതി കഴിഞ്ഞു, വേഗം എഴുതി കഴിഞ്ഞു ചെയ്തു. ഹായ് മക്കളെ, ജെസി ആണേ. വലിയൊരു സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. SSLC റിസൾട്ട് വന്നു. എല്ലാ ആളുകൾക്കും നല്ല മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്. വലിയ സന്തോഷം. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ട്. ആ ഗസ്റ്റിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കാരണം ഈ ഒരു ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സൈലം ടീച്ചേഴ്സിനെ കാണാൻ വേണ്ടി കാസർഗോഡ് നിന്ന് ഈ പറയുന്ന കോഴിക്കോട്ടേക്ക് വന്നിട്ടുള്ള ഒരു ഗസ്റ്റാണ്. ഗസ്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമുക്കൊന്ന് അന്വേഷിച്ചറിയാനുണ്ട്. ഞാൻ നേരെ തന്നെ ഗസ്റ്റിലേക്ക് പോവാണ്. വേറെ ആരുമല്ല, നമ്മുടെ കാസർഗോഡ് വന്നിട്ടുള്ള റുഫൈദയാണ് നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തിലുള്ളത്. റുഫൈദ, വെൽക്കം, സൈലത്തിലേക്ക് സ്വാഗതം. യെസ് റുഫൈദ, എങ്ങനെയാണ് റുഫൈദയ്ക്ക് ഈ ഒരു സമയത്ത് റുഫൈദയ്ക്ക് എന്താണ് തോന്നുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ആകെ ഇവിടുത്തെ ടീച്ചേഴ്സിനെ കാണാനൊക്കെ വന്ന് എനിക്ക് ഇവിടുത്തെ ക്ലാസ് കൊണ്ട് നല്ല മാർക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. സൈലത്തിന്റെ ക്ലാസ് കണ്ട് മാത്രമാണ് പഠിച്ചത്. ഇപ്പൊ നിലവില് റുഫൈദയുടെ മാർക്ക് ഒന്ന് പറയോ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി? എത്ര മാർക്കാണ് റുഫൈദ കിട്ടിയത്? ഇപ്പൊ എനിക്ക് 8 A+ഉം 2 Aയും കിട്ടിയിട്ടുണ്ട്. അത് മൊത്തം ഇത് കണ്ടിട്ടാണ്. സ്കൂളിലൊക്കെ പോയിനെങ്കിൽ കുറച്ചൊക്കെ പോയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഫുൾ ഓൺലൈൻ ക്ലാസ്സാണ്. എക്സാമിന്റെ ടൈമൊന്നും ബുക്ക് വായിക്കൂല, ഇത് ക്ലാസ് കേട്ട് മാത്രം പോയത്. സൈലത്തിന്റെ ക്ലാസ് ആണ് ഫുള്ള് കേട്ടിട്ടുള്ളത്. ഓക്കെ. എങ്ങനെയാ റുഫൈദ സൈലത്തിന്റെ ക്ലാസ്സുകളിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? ഞാൻ 9th സ്റ്റാൻഡേർഡിലെ ഉണ്ട് വിഷ്ണു മൈൻസിന്റെ ക്ലാസ് ഉണ്ട്. നല്ല മാർക്ക് കിട്ടിയപ്പം ഞാൻ തന്നെ പാരൻസിനോട് പറഞ്ഞ് അങ്ങനെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്ത്. അത് തന്നെ പിന്നെ ആ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെ അസ്ത്രയിൽ ജോയിൻ ചെയ്തു. ഓക്കെ. നിഞ്ചയിലെ ക്ലാസ്സുകളാണ് തുടക്കം അല്ലേ? നിഞ്ചയാണ് തുടക്കം. പിന്നീട് എന്തുകൊണ്ട് വന്നു അസ്ത്രയിലേക്ക് വന്നു? നിഞ്ചയിലുള്ള ക്ലാസ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാറുണ്ടായിരുന്നോ? അസ്ത്രയിലേക്ക് വന്നപ്പോൾ അസ്ത്രയിലും ഫുൾ ക്ലാസ്സുകൾ? എനിക്ക് ക്ലാസ്സിൽ തന്നെ ഇത് സൈലം കണ്ടു തുടങ്ങിയ പിന്നെ ക്ലാസ്സിൽ തന്നെ ടോപ്പിലേക്ക് എത്തിയത്. അതുവരെ അങ്ങനെ എത്തിയിട്ടില്ല. ടോപ്പ് 5 വരുമെങ്കിലും 1, 2 ഒന്നും എത്തിയിട്ടില്ല. സൈലം ക്ലാസ് തുടങ്ങിയ പിന്നെ ഫസ്റ്റിലേക്ക് സെക്കൻഡിലേക്ക് ഒക്കെ. റുഫൈദ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ ഈ നിഞ്ചയിലെ ക്ലാസ്സുകൾ കണ്ട് ലാസ്റ്റ് എക്സാമിന് മലയാളം ആയിരുന്നു. അതെങ്ങനെയായിരുന്നു? എക്സാമിന്റെ സമയത്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അത് മലയാളം എക്സാമിന് സാധാരണ ടൈം കിട്ടാറില്ല. പക്ഷെ അന്ന് മാം ഞാൻ രാവിലെ ആ സ്ലൈഡ് ഒന്ന് വായിച്ചിട്ട് പോയതാ, അതേ ക്വസ്റ്റ്യൻ ഉണ്ടായി, സെയിം ക്വസ്റ്റ്യൻ മലയാളത്തില്. അത് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 മാർക്ക് അങ്ങനെ പോയിട്ടുണ്ട്, ഫുൾ കിട്ടി. അതേ ക്വസ്റ്റ്യൻ മാം പറഞ്ഞ നേരത്തെ എഴുതി കഴിഞ്ഞു, വേഗം എഴുതി കഴിഞ്ഞു ചെയ്തു. നേരത്തെ എഴുതി കഴിഞ്ഞ് ഉറങ്ങിയതാണ് അല്ലേ ബാക്കിയുള്ള സമയം? ഓക്കെ. പിന്നെ ഈ ഒരു വർഷത്തിൽ ഇനിയിപ്പോൾ നമുക്ക് ആകെ പോയിട്ടുള്ളത് മാർക്ക് കുറച്ച് കുറഞ്ഞത് 2 സബ്ജക്റ്റുകൾക്കാണ് അല്ലേ? 2 സബ്ജക്റ്റുകൾക്കാണ് കുറഞ്ഞത്. അപ്പോൾ അത് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യോ?
ചെയ്യും. റിവാലുവേഷൻ എന്തായാലും എന്ത് ചെയ്യും, കൊടുക്കും. ഓക്കെ. പിന്നെ റുഫൈദയെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, റുഫൈദ ക്ലാസ്സുകൾ കുറഞ്ഞ ക്ലാസ്സുകളാണ് റുഫൈദ പോയിട്ടുള്ളത് അല്ലേ? എന്തോ ഒരു ശാരീരിക അസ്വസ്ഥത റുഫൈദയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്തായിരുന്നു? ഡിസ്കിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. അത് നടക്കാനപ്പം പറ്റില്ല. നരവ് ബ്ലഡ് കിട്ടുന്നില്ല, ബ്ലോക്ക് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ റുഫൈദയ്ക്ക് ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ റുഫൈദയ്ക്ക് ഇരിക്കാനൊക്കെ പറ്റുമായിരുന്നു? ഇരിക്കാൻ പറ്റില്ല. ക്ലാസ്സിൽ പോകണമെങ്കിൽ തന്നെ അവിടെ ചെയർ ഉണ്ട്, വേറെ തന്നെ ബെഞ്ചിൽ ഇരുത്തില്ല, ചെയർ വെച്ച് വേറെ സൈഡിലിരിക്കും. പിന്നെ ഇരുന്നാൽ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് കുറെ ടൈം ഇരിക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ നിൽക്കണം, അല്ലെങ്കിൽ നടക്കണം, എല്ലാം കുറച്ചായിട്ടാണ് ചെയ്യാം. ഇങ്ങനെ നിൽക്കാൻ. അന്ന് ഈ ഫ്രണ്ട്സൊക്കെ അന്ന് ഹെൽപ്പ് ചെയ്യായിരുന്നോ? ഉണ്ട് അല്ലേ, ടീച്ചേഴ്സും തന്നെ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഒരു ശാരീരിക അസ്വസ്ഥത അന്ന് മുതലേ തന്നെ 9th മുതലേ തന്നെ അവൾക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ക്ലാസ്സുകളിൽ 9th ഒരുപാട് ക്ലാസ്സുകളിൽ മിസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈം 3 മാസത്തോളം പോയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് 10th വന്നപ്പോഴോ? 10th ആദ്യമൊക്കെ പോയി, പിന്നെയും ഇത് വന്നപ്പോൾ പിന്നെയും ലീവ് എടുക്കും. 2 weeks ഒക്കെ ലീവ് കഴിഞ്ഞിട്ട് പിന്നെ 1 week പോവും, പിന്നെയും അതുപോലെ 2 weeks ലീവ് എടുക്കും. അപ്പൊ ശരിക്കും ഒരു ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ, സ്കൂളിലെ ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് ടൈം ആകുമ്പോ പിന്നെ പോയിട്ടുള്ളൂ. റീഡിംഗ് ക്ലാസ് ഒക്കെ ആക്കുമ്പോ പിന്നെ അങ്ങനെ അധികം പോയി തുടങ്ങി. പോയിട്ടില്ല. അപ്പൊ ആ സമയത്തൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പോ നമ്മള് ആ സമയത്തൊക്കെ അസ്ത്ര ബാച്ച് തന്നെയാണ് ഫുള്ള് ഫോളോ ചെയ്തിട്ടുള്ളത്. ഡെയിലി യൂട്യൂബ് ക്ലാസ് ആണ്, എല്ലാ യൂട്യൂബിലെ ക്ലാസ്സുകൾ. ഓക്കെ. അതേപോലെ സൈലം തരുന്ന സ്റ്റഡി പ്ലാനുകൾ ഉണ്ടല്ലോ, പ്രധാനമായിട്ട് സൈലം പ്രൊവൈഡ് ചെയ്യുന്ന കുറേ സ്റ്റഡി പ്ലാനുകൾ, ആ പ്ലാനുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാറുണ്ടായിരുന്നോ? എല്ലാ ക്ലാസ്സുകളും എല്ലാ സ്റ്റഡി പ്ലാനും ഫോളോ ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യും. ആ സ്റ്റഡി പ്ലാനുകളൊക്കെ ശരിക്കും ഗുണം ചെയ്തിട്ടുണ്ടോ, ജീവിതത്തിൽ ഗുണം ചെയ്തോ? ഞാൻ ഇവിടുത്തെ കേട്ടാൽ കാര്യങ്ങൾ മനസ്സിലാകുന്ന ഓരോ ടീച്ചേഴ്സിനും ചിലപ്പോൾ സ്കൂളിൽ മനസ്സിലായാലും ഇത് കേട്ട് ഞാൻ മനസ്സിലാക്കും. ചിലപ്പോൾ ഇത് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും അവിടെ പോകുമ്പോൾ നമുക്ക് ഹെൽപ്പാണ്. ക്ലാസ് കേൾക്കുമ്പോൾ വേഗം പറയാൻ പറ്റും. അപ്പൊ ടീച്ചേഴ്സ് ചോദിക്കും എവിടുന്ന് പഠിച്ചേ പറയും. അവർക്കറിയാം ഞാൻ ഈ സൈലത്തിന്റെ ക്ലാസ് കണ്ടിട്ട് യൂട്യൂബ് ക്ലാസ് കണ്ടാ പഠിക്കാൻ അവർക്കറിയാം. ഓക്കെ. അത് ശരിയാണല്ലോ അല്ലേ? കാരണം ക്ലാസ് പോകാത്ത ഒരാള് ഇതേപോലെ വർക്കൊക്കെ എങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായിട്ടും ചോദ്യം വരും അല്ലേ, ഇതെങ്ങനെ പഠിക്കുന്നു എന്നുള്ളത്. അപ്പൊ എന്താ പറയാ റുഫൈദ, എന്താ പറയാ ടീച്ചേഴ്സിനോട് മറുപടി എന്താ പറയാ? അല്ല, സുഖമില്ലാതെ എപ്പോഴേ നമ്മൾ പറഞ്ഞു ഇത് കണ്ടു പഠിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമില്ല. ഞാൻ തന്നെ പഠിച്ച് ഓരോക്കും ഞാൻ തന്നെ നോട്ട്സ് എഴുതി അയക്കും. അവര് തരുന്ന നോട്ട്സ് കത്തിക്കല്ല, ഞാൻ തന്നെ എഴുതിയിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അപ്പോ ടീച്ചേഴ്സിന്റെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? റെസ്പോൺസ്, അവർ നല്ല സപ്പോർട്ടീവാണ് ടീച്ചേഴ്സും. ഓക്കെ. ശരിക്കും ടീച്ചേഴ്സിന്റെ ഒരു സപ്പോർട്ടും കൂടിയാണ് ഈ ഒരു വിജയത്തിൽ അല്ലേ? ഞാൻ ലീവായാലും പറഞ്ഞു തരും ചെയ്യും, ഞാൻ ഇവിടുന്ന് കേട്ട് മനസ്സിലാക്കുകയും ചെയ്യും. യെസ്. അപ്പോ MR VHSS അല്ലേ, MR VHS പഠന എല്ലാ ടീച്ചേഴ്സിനും ഒരു ബിഗ് സല്യൂട്ട് അല്ലേ? കാരണം റുഫൈദയുടെ വിജയത്തിൽ സൈലത്തിനെ പോലെ തന്നെ അവർക്കും വലിയൊരു പങ്കുണ്ടല്ലേ, അവർ വലിയൊരു റോൾ അവർക്കും ഉണ്ട് അല്ലേ? ഈ SSLC എക്സാമിൽ റുഫൈദയ്ക്ക് ഏറ്റവും പഠിക്കാൻ ടഫുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയായിരുന്നു? അല്ലെങ്കിൽ എത്ര സമയമൊക്കെ റുഫൈദ അങ്ങനെ പഠിക്കുമായിരുന്നു? ഈ ക്ലാസ് സൈലം എടുത്ത് എത്ര മണിക്കൂർ അത് മൊത്തം ഇരുന്ന് കാണും. ഏറ്റവും ടഫ് ആയിട്ടുള്ളത് ഏതായിരുന്നു തോന്നിയത്? ടഫ് ആയിട്ടില്ല, എനിക്ക് പേടിയില്ല. 2 സബ്ജക്ട് സോഷ്യലും ബയോളജിയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയൊന്നും പ്രശ്നം. ഒന്ന് സോഷ്യല്, നമ്മുടെ സോഷ്യല് പേടിയാ. 9th നല്ല മാർക്ക് ഉണ്ടായി, 40ൽ 30 അങ്ങനെയൊക്കെ ഓരോ വിഷയത്തിനും ഹിസ്റ്ററിക്കൊക്കെ ആയിട്ട്. പക്ഷെ 10th എത്തിയപ്പോ മോഡലിനൊക്കെ ആകുമ്പോഴേക്ക് മാർക്ക് കുറഞ്ഞു, 56 അങ്ങനെ എന്തോ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ഒരു പേടിയാണ്, ബയോളജിക്ക് മാർക്ക് കുറഞ്ഞു. സോഷ്യലൊന്നും പേടിക്കേണ്ട സബ്ജക്റ്റ് ഒക്കെ സിമ്പിൾ സബ്ജക്റ്റ് ആണ്. ഓക്കെ. എന്നിട്ട് എന്താ ചെയ്തത്? ആ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ പഠിക്കാൻ എന്താ ചെയ്തത്? ഞാൻ ഇത് കേട്ടോണ്ടിരിക്കും. ഇതിലെ ക്ലാസ് മാത്രം, ബുക്ക് എടുക്കില്ല, ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. സൈലത്തിലെ ക്ലാസ്സുകൾ എന്നെ കേട്ട് ഞാൻ നമുക്കറിയുന്നത് എഴുതും. ഓക്കെ. അതേപോലെ റുഫൈദ, നമുക്ക് ഈ SSLCയിൽ ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ് ആണല്ലോ മാത്സ്. കുറേ ആളുകൾക്ക് ഒരു ടഫുള്ള സബ്ജക്റ്റ് ആണ്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് മാത്സ്. അപ്പോൾ ആ മാത്സ് ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ മാത്സ് സബ്ജക്റ്റ് എങ്ങനെയാണ് റുഫൈദ പഠിച്ചെടുത്തൊക്കെ എങ്ങനെയാണ്? ഷാഹിദ് സാറിന്റെ ക്ലാസ് ആണെന്നുകൊണ്ട് മാത്സ് ഷാഹിദ് സാർ, ഫുഫു സാറിന്റെ കാണുന്നോണ്ട് ഫസ്റ്റ് എക്സാമിൽ തന്നെ അങ്ങ് ക്ലാസ്സിൽ A+ കിട്ടിയിട്ടുണ്ട്. മാത്സിന് 73 മാർക്ക് കിട്ടിയിട്ടുണ്ട്. 73 ആവുമ്പോ ഫസ്റ്റിലൊക്കെ അങ്ങനെ എല്ലാത്തിലും ഉണ്ട്. ഫസ്റ്റ് പിന്നെ കുറച്ച് മോഡലിലാണ് കുറച്ച് കുറഞ്ഞു, പക്ഷെ ഇപ്പൊ A+ മാത്സിന് A+ ഉണ്ട്. അവരുടെ ക്ലാസ്
മാത്സ് പ്രശ്നമില്ല, പേടി ഇല്ല, എല്ലാ ആളുകൾക്കും പേടി മാത്സ് ആണ്. റുഫൈദയ്ക്ക് മാത്സ് ഒരു വിഷയം വന്നിട്ടില്ല. ഇവിടെ ക്ലാസ്സിന് പോവാതെ ഉണ്ടായ ഒരു സബ്ജക്ട് മാത്രം അത് അറിയാത്തുള്ളൂ, ബാക്കിയൊക്കെ ഈസിയാണ്. അപ്പൊ പ്രത്യേകം അവർക്ക് രണ്ടുപേർക്കും ഒരു താങ്ക്സ് പറയണം അല്ലെ, നമ്മുടെ റുഫു സാറിനും അതുപോലെ തന്നെ എഡി സാറിനും. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഫാമിലി ഒക്കെ എങ്ങനെയായിരുന്നു? ഫാമിലിയുടെ റെസ്പോൺസ്, ഫാമിലി, ഫ്രണ്ട്സ്, അതുപോലെ തന്നെ റിലേറ്റീവ്സ്, അവരൊക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പി. മാർക്കേ അവർക്ക് പ്രശ്നം, നല്ല മാർക്കാണ് അവർക്ക്. പേരൻസിന് അല്ലേ? പേരൻസ് എന്ന് പറയുമ്പോൾ അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ആരൊക്കെയാണ് നല്ലത്? എനിക്കറിയാം, എന്നാലും നമുക്ക് എല്ലാവർക്കും വേണ്ടി. ഉമ്മ, ഉപ്പ, പിന്നെ സിസ്റ്റർ, ബ്രദറും എല്ലാവരും നമ്മളെ കൂടെ വന്നിട്ടുണ്ട് അല്ലേ? ഇന്ന് എല്ലാ ആൾക്കാരും, ഉമ്മയും ഉപ്പയും ബ്രദറും സിസ്റ്ററും കൂടാതെ അങ്കിളും കൂടി നമ്മളെപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് അല്ലേ? വലിയ സന്തോഷം. അപ്പോൾ റുഫൈദ, നമ്മളിപ്പോൾ ഇവിടം വരെ എത്തി, ഇനി എങ്ങനെയാണ് കരിയർ നമുക്ക് കാണുന്നത്? സയൻസ് എടുക്കും, ഒന്ന് ഇവിടെ തന്നെ മെഡിക്കലിന് കണ്ടിന്യൂ ചെയ്യും, പിന്നെ +2 കൂടെ തന്നെ ചെയ്യും, അല്ലെ +2 കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെ ഇവിടെ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യും. യെസ്, റുഫൈദയുടെ വലിയൊരു ആഗ്രഹമാണ് ഇവിടെ തന്നെ ഒരു ടീച്ചറായിട്ട് വരട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അല്ലേ, നമ്മുടെ കൂടെ തന്നെ അവള് എന്ത് ചെയ്യട്ടെ, വർക്ക് ചെയ്യട്ടെ. വലിയ ആഗ്രഹമാണ്, കാരണം നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ തന്നെ നമ്മളെ കൂടെ തന്നെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു അഭിമാനമാണ്. ഓക്കെ, അപ്പോൾ റുഫൈദ ഇപ്പം 9th മുതലേ തന്നെ സൈലത്തിന്റെ ഭാഗമാണ്. ആദ്യം നിഞ്ചയിൽ ജോയിൻ ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് അസ്ത്രയിൽ ജോയിൻ ചെയ്തു. ഇതൊക്കെ തന്നെ റുഫൈദയ്ക്ക് വലിയ തരത്തിലേക്ക് മാറ്റങ്ങൾ റുഫൈദയുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ റുഫൈദയ്ക്ക് ഈ പറയുന്ന നിങ്ങളുടെ ജൂനിയേഴ്സ് ഉണ്ടാവുമല്ലോ, ഇനി വരുന്ന ജൂനിയേഴ്സ്, അവരോട് എന്താണ് റുഫൈദയ്ക്ക് പറയാനുള്ളത്? ബെസ്റ്റ് ഓപ്ഷൻ സൈലന്റ് തന്നെയാണ്, നല്ല ക്ലാസ്സുകളും എല്ലാം നല്ലതാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, നല്ല സാറ്റിസ്ഫൈ ആണ്. ഇനി അഗ്നിയിലേക്കും ജോയിൻ ചെയ്യും, +1 +2 സൈലത്തിന്റെ കൂടെ തന്നെ ഓൺലൈനായിട്ട് ചെയ്യാനിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ള ആളാണ് റുഫൈദ. ഒരുപാട് ശാരീരിക അസ്വസ്ഥതകൾ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് അവൾ ഈ വർഷം 8 A+ഉം 2 Aയും അവൾ നേടിയിട്ടുണ്ട്. അവൾ നേടിയിട്ടുള്ള 8 A+ എന്ന് പറയുന്നത് അത് 10 A+ തന്നെയാണ്. അപ്പൊ ഇനിയും റുഫൈദയുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ, അവൾ ഉയരത്തിലേക്ക് അവൾ എത്തട്ടെ. അപ്പൊ ഇനിയും കാണണം.